എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്യാംലാൽ വെമ്പായം. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഉൾപ്പെടെ നിരവധി ചാനലുകളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാവകളാണ്. എൻ്റെ പേര് ശ്യാംലാൽ എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായമാണ് സ്ഥലം. ആർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷനുള്ള ഒരു സംഭവമാണ്. ചെറുപ്പം മുതലേ ഞാൻ ക്ലേ മോഡലിംഗ്, പിന്നെ പുട്ടിയിൽ വാൾ ആർട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ടി വിയിലൊരു ഇതുപോലുള്ളൊരു പപ്പറ്റ് ഷോ കാണാൻ ഇടയായത്. അങ്ങനെ ഞാനൊരു പപ്പറ്റ് ഉണ്ടാക്കി നോക്കി. അത് ശരിയായില്ല, അത് ഫ്ലോപ്പായി. പിന്നെ ഞാൻ ഒരുപാട് പപ്പറ്റുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കി. ആദ്യം ഉണ്ടാക്കിയ പാവ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ കാണുന്ന പോലെയുള്ള മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ പിന്നീട് ഞാനിങ്ങനെ ഓരോ പാട്ടുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് ഒരു 4-5 വർഷത്തെ പ്രാക്ടീസിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഇന്നിപ്പോൾ കാണുന്ന പോലെയുള്ളത് ആയി വന്നത്. ഇത് നമ്മളിപ്പോൾ ഈ കാണുന്ന പപ്പറ്റ് ശരിക്കും വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു രീതിയിലുള്ള പപ്പറ്റാണ്. അതെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് രസിപ്പിക്കുന്ന ഒരു പപ്പറ്റാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അത് കർട്ടൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ നിന്ന് ചെയ്യുന്ന പാവകളി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പാവ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമല്ല. കാരണം നമ്മളിപ്പോൾ ഈ ഒരു പാവ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം ഫുൾ വർക്ക് കഴിഞ്ഞ് കോസ്റ്റ്യൂം ഉൾപ്പെടെ ഇട്ടതിന് ശേഷം നമ്മളത് വർക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കംപ്ലീറ്റ് നമ്മളത് അഴിച്ച് പണിയേണ്ടി വരും. കാരണം അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലെയുള്ള മൂവ്മെൻറ്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ റീവർക്ക് ചെയ്താണ് ഈ ഒരു പാവ ശരിയായി വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പാവ പ്രവർത്തിക്കുന്നത് ഈ ഒരു ആക്ഷനിലാണ്. ഈ ഒരു മൂവ്മെൻറ്റ് കാലിൻ്റെയും ഈ ഒരു മൂവ്മെൻറ്റ് കൈയുടെയാണ്. ഈ ഒരു ആക്ഷൻ മാത്രമാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിനെ പ്രാക്ടീസ് ചെയ്ത് എടുക്കണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ആക്ഷൻ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ അതിനെ ഓരോ പാട്ട് വെച്ചിട്ട് അതിൻ്റെ ഓരോ ഓരോ സ്റ്റെപ്സൊക്കെ നമ്മൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആദ്യം എൻ്റെ ഒരു പാവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് വെച്ചിട്ട് ഞാൻ ഈ ശംഖുമുഖം ബീച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാവയെന്നല്ല നമ്മളിപ്പോൾ ഇങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ അത് എനിക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ വിഷമിച്ച് നിന്ന സമയത്ത് ഇവിടെയുള്ള ഈ ചെറിയ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ഈ ബലൂൺ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഒരു അമ്മച്ചിയാണ് പറയുന്നത്, മകളെ നീ ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ചെയ്യും. ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെ കൂടി പിന്നെ അവരൊക്കെ അങ്ങ് പിരിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങനെ കൊണ്ടുപോയി ചെയ്യാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ ഒരു സേവ് നാച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു മെസ്സേജ് നൽകുന്ന ഒരു തീമായിട്ട് ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ലഹരിയുടെയൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കിനി ലഹരിക്കെതിരെ ഒരു പപ്പറ്റ് ഷോ എനിക്ക് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എക്സ്പെൻസ് ആണ്. നമുക്കൊരു ക്യാപിറ്റൽ ഇൻകം ഇല്ലാത്തത് കാരണമാണ് കൂടുതൽ വർക്കുകൾ ചെയ്യാൻ സാധിക്കാത്തത്. ഒരുപാട് ഐഡിയ ഉണ്ട്, പക്ഷേ ഈ പറയുന്നതുപോലെ നമുക്കൊരു വരുമാനം ഇല്ല. ഞാനിപ്പോൾ വെൽഡിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ട് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാവകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലഹരിക്കെതിരെ ഒരു നല്ലൊരു ഐഡിയ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ അത് സ്റ്റുഡിയോ വർക്കും പിന്നെ അത് ഈ കാണുന്ന പോലെയുള്ള സ്ട്രിങ് പപ്പറ്റല്ല. അത് ഈ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഗ്ലൗ പപ്പറ്റുകളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് പാവകൾ ഉണ്ടാക്കുന്നതിനും പിന്നെ അതിൻ്റെ സ്റ്റുഡിയോ വർക്കും അതിൻ്റെ വോയിസ് അങ്ങനെ സംഭവങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ ഒരുപാട് പപ്പറ്റിൽ കൂടി ഒരുപാട് വർക്കുകൾ, ഒരുപാട് മെസ്സേജുകൾ സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്.